بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു സബ 14-ാമത്തെ ആയത്ത് മുതൽ 17-ാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 429, 430. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഫലമ്മാ ഖദൈന, മീം മുശദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട മീമിനെ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് ചെയ്യണം. ഖദൈന, ഖാഫിനും ദ്വാദിനും തഫ്ഖീം കൊടുക്കുക. പൂർണ്ണമായും തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട 2 അക്ഷരങ്ങളാണ്. മറ്റ് ഹർഫുകൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കണം, എല്ലാം തർക്കീഖ് ചെയ്യണം. ഖദൈന അലൈഹിൽ മൗത, അലൈഹിൽ മൗത. മാ ദല്ലഹും, എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റെ തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. മാ ദല്ലഹും അലാ മൗതിഹി, മാ ദല്ലഹും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. അലാ മൗതിഹി, ഈ ഹൗദമീറിൻ്റെ ദീർഘം മദ്ദുസ്സില കുബ്ര എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമായ മുൻഫസിലിൻ്റെ വിധി നൽകപ്പെടുന്ന ദീർഘമാണത്. ദാബ, ഈ പദത്തിലെ അലിഫിനെ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് ലാസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ്. ദാബത്തുൽ അർദി, റാ ദ്വാദ് 2 അക്ഷരങ്ങളും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീമേ വരികയുള്ളൂ. തഅ്കുലു, തഅ്കുലു, ഇതിലെ ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്, ശ്രദ്ധിക്കുക. ഹംസയും കാഫും ഒക്കെ ഷദീദാണ്, പക്ഷെ ഹംസയിലാണ് തെറ്റ് പറ്റാറുള്ളത്. തഅ്കുലു എന്നോ തഅ്കുലു എന്നൊക്കെ പറയും. തഅ്കുലു എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. തഅ്കുലു മിൻ സഅത, സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അവിടെ ഹൗദമീർ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുക. മിൻ സഅത ചേർത്ത് ഓതുകയാണെങ്കിൽ മദ്ദുസ്സില സുഗ്റ വരുന്നതാണ്. മിൻ സഅതഹു ഫലമ്മ എന്ന് ചേർത്തോതണം. ഫലമ്മ വീണ്ടും വന്നു, ഷദ്ദ് നൽകപ്പെട്ട മീമിനെ മണിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് നൽകി. ഫലമ്മ ഖറ, ഖറ, ഖാഇനും റാഇനും തഫ്ഖീം കൊടുക്കണം. റാ ഷദ്ദുള്ള അക്ഷരമാണ്, അതിൽ തക്രീർ വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഖർ എന്നിങ്ങനെ റാഇനൊരു വിറയൽ വരരുത്. ഫലമ്മാ ഖറ തബയ്യനതിൽ ജിന്നു, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അൽ ജിന്നു. അല്ലൗ കാനു, അൻ ലൗ, സാക്കിന നൂനിനെ പൂർണ്ണമായും ലാമിലേക്ക് മണിക്കാതെ ലയിപ്പിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. അല്ലൗ കാനു യഅലമൂനൽ ഗൈബ, ഗൈന് പൂർണ്ണമായും തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. യഅലമൂനൽ ഗൈബ മാ ലബിസൂ, മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. എല്ലാ ഹർഫുകളും
ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ശ്രദ്ധിക്കുക. ഐന്, ദാല് തുടങ്ങിയ അക്ഷരങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. എല്ലാ ഹർഫുകൾക്കും അതിൻ്റെ കൃത്യമായ ഉച്ചാരണം നൽകുക. ലഖദ് കാന ഖാഫിന് മാത്രം തഫ്ഖീം കൊടുക്കുക. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. ലിസബഇൻ, ആ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ച് ഓതേണ്ടതാണ്. വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫീ മസ്കനിഹിം ആയ, സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ ഈ ഭാഗത്തിൽ ഖാഫിന് മാത്രമാണ് തഫ്ഖീമുള്ളത്. മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് നേർപ്പിച്ചുച്ചരിക്കുക. ജന്നതാനി അൻ യമീനി വശിമാൽ. ഐൻ യമീൻ സാക്കിനാനൂൻ, അതുപോലെ യമീനി വശിമാൽ തൻവീൻ, ഇവ രണ്ടും ഇദ്ഗാം ബിഗുന്ന നൽകി ലയിപ്പിച്ച് മണിച്ചുച്ചരിക്കണം. ഭാഗികമായി ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. ഐൻ യമീനി വശിമാൽ എന്ന് ഉച്ചരിക്കുക. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും. മിർ റിസ്ഖി, സാക്കിന നൂനിനെ പൂർണ്ണമായും റായിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മിർ റിസ്ഖി റബ്ബിക്കും, റായിനെ തഫ്ഖീം ചെയ്യുക. സാക്കിന മീം വരുന്നു, ഇൽഹാർ ഷഫവി, ശേഷം വാവാണ് ഉള്ളത്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക, വെളിവാക്കുക. മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. വഷ്കുറു, റായിന് തഫ്ഖീമുണ്ട്, തടിപ്പിച്ചുച്ചരിക്കുക. ലഹു എന്ന ഹായിൽ സുക്കൂൻ നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. ലഹ് ചേർത്ത് ഓതുമ്പോഴാണ് അതിന് മദ്ദുസ്സില സൂറ നൽകുക. ബൽദത്തുൻ ത്വയ്യിബ, ത്വായിന് തഫ്ഖീം കൊടുക്കണം. ആ തഫ്ഖീം തൊട്ട് മുമ്പിലെ തൻവീനിലും ഉണ്ടാവേണ്ടതാണ് അതിൻ്റെ ഉച്ചാരണത്തിൽ. അഥവാ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മണിക്കുകയാണ് വേണ്ടത്. മണിക്കലിൽ തഫ്ഖീമോട് കൂടി ഉച്ചരിക്കണം എന്നാണ് സൂചിപ്പിച്ചത്. ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബൽദത്തുൻ ത്വയ്യിബ, അങ്ങനെ ത്വാ പൂർണ്ണമായ തഫ്ഖീമോട് കൂടി അതോടെ ഉച്ചരിക്കുക. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ത്വയ്യിബത്തുൻ തൻവീനിന് ശേഷമുള്ള വാവിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ചുച്ചരിക്കണം. വറബ്ബുൻ ഗഫൂർ, തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഗഫൂർ, ഗൈനിന് തഫ്ഖീമുണ്ട്. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന റായിൽ തഫ്ഖീം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. സുക്കൂനും തൊട്ടു മുമ്പിൽ ദമ്മിനെ ദീർഘിപ്പിക്കുന്ന വാവുമാണ് സാക്കിനായ വാവ്. ദമ്മിൻ്റെ അതേ ഹുക്മ് തന്നെ. അപ്പോൾ അവിടെ റായിന് തഫ്ഖീം കൊടുക്കുക. ഗഫൂർ. ഫഅഅറദൂ, ഇതിൽ റായിനും ദ്വാദിനുമാണ് തഫ്ഖീം വരുന്നത്. ഫഅഅറദൂ فأعرضوا فأرسلنا عليهم. فأرسلنا, റായിന് തഫ്ഖീം കൊടുക്കണം. മറ്റ് അക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്, തർക്കീഖ് നൽകുക. فأرسلنا عليهم سيل العرم. عليهم സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. سيل العرم وبدلناهم بجنتيهم. ബദ്ദൽനാഹും, സാക്കിന മീമിന് ശേഷം ബാ വന്നതിനാൽ
ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അവ്യക്തമാക്കി മണിക്കണം എന്നർത്ഥം. ബിജന്നതൈഹിം ഷദ്ദുള്ള നൂൻ, ഇത് അടുത്ത വീണ്ടും ജന്നതൈനി, രണ്ട് പദത്തിലും വരുന്നു. മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ജന്നതൈഹിം എന്നതിലെ അന്ത്യത്തിലെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ذواتي أكل خمط وأثل. ഉകുലിൻ ഖംതിൻ, ഇവിടെ ഉകുലിൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ശേഷം ഖാ വന്നു. ഖായിനെ തഫ്ഖീം ചെയ്യണം. ത്വായിന് കസ്റായതിനാൽ ത്വായിന് കുറഞ്ഞ തഫ്ഖീമും, ഇടക്ക് സാക്കിന മീം, അതിനെ ഇൽഹാർ ഷഫവി നൽകുക, മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ ഉകുലിൻ ഖംതിൻ വഅസ്ൽ, ഖംതിൻ എന്ന തൻവീനിനെ, ത്വാഇന്റെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഖംതിൻ വഅസ്ലിൻ അല്ലേ, അവിടെയും അസ്ലിൻ എന്നതിലെ തൻവീനിനെയും ഇദ്ഗാം ബിഗുന്ന വാവിലേക്ക് ലയിപ്പിക്കുക, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ഷൈഇൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ഷദ്ദുള്ള മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇത് ആംബിഗുന്ന കാമിൽ. മിൻ സിദ്ർ സാക്കിന നൂൻ, അതുപോലെ സിദ്രിൻ ഖലീൽ തൻവീൻ, ഇവ രണ്ടും ഇഖ്ഫ ചെയ്ത് പൂർണ്ണമായും മറച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിന് ഉച്ചരിക്കുമ്പോൾ തഫ്ഖീമും വേണം, ശേഷം ഖാഫുണ്ട് എന്നതുകൊണ്ട്. മിൻ സിദ്രിൻ ഖലീൽ, അതായത് മിൻ എന്ന സാക്കിന നൂനിന് ഗുന്ന മുറഖഖ, തൻവീനിന് ഗുന്ന മുഫഖമ. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഖാഫിന് തഫ്ഖീം കൊടുക്കുക. ഖലീൽ. ذلك جزيناهم بما كفروا. സാക്കിന മീമിനെ ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. ജസൈനാഹും ബിമാ കഫറു. കഫറു, കാഫ് ഫാ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, എന്നാൽ റാഇന് തഫ്ഖീമുണ്ട്. ദമ്മ നൽകപ്പെട്ട റാ തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. നുജാസി, ഇതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വഹൽ, ഇതിലെ സാക്കിന ലാം ഇൽഹാർ ഷഫവിയാണ്. വഹൽ ഇൽഹാർ ലാം, ഇൽഹാറുൽ ലാമി സാക്കിന ഷഫവി എന്നത് തെറ്റാണ്. വഹൽ നുജാസി, ലാമിനെ ഇൽഹാർ ചെയ്യണം എന്നർത്ഥം വ്യക്തമാക്കുക. വഹൽ നുജാസി എന്നായി പോവരുത്. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. കാഫിന് ഷിദ്ദത്തുണ്ട്, ഹംസ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. അന്ത്യത്തിൽ വരുന്ന റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. റാഇന് സുക്കൂനും തൊട്ടു മുമ്പിൽ ദമ്മിനെ ദീർഘിപ്പിക്കുവാനുള്ള വാവുമാണ് സുക്കൂൻ നൽകപ്പെട്ട വാവ്. കഫൂർ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض
ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور. فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور.